പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു വാചകം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചില പരുന്തുകൾ പറക്കും എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാല അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും പണമുണ്ടെങ്കിൽ ആളുകൾക്ക് തെറ്റായിട്ടുള്ള പല ഇമേജുകൾ തന്നെ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഇപ്പോൾ ബാബ റഹീം സിംഗ് എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് മറ്റ് ആളുകളുടെയൊക്കെ ദൈവമായി മാറിയത്, എങ്ങനെയാണ് അയാൾ ഒരു സ്ത്രീ വേട്ടക്കാരനായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞത് എന്നൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. ആസാറാം ബാപ്പുവിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരവധി ആളുകളുടെ കേസിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഗോഡ്മാൻ അഥവാ ദൈവങ്ങൾ എന്ന് വിളിക്കാവുന്ന ആളുകളുടെ കാര്യത്തിലാണ് നമ്മൾ കണ്ടതെങ്കിൽ, അവരൊക്കെ കോടികൾ മുടക്കി പലപ്പോഴും സ്വന്തം ഇമേജ് ഇതുപോലെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ, നിത്യാനന്ദ ചൈതന്യ എന്ന് പറയുന്ന ഒരു കള്ളൻ, ഭൂലോക കള്ളൻ ചെന്ന് പെട്ടിട്ടുള്ള സ്ഥലത്തെല്ലാം തന്നെ പെണ്ണ് കേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ, അയാൾ കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു നോൺ എൻറ്റിറ്റിയാണ്, അങ്ങനെ ഒരു സ്ഥലം പോലുമില്ല. ആ സ്ഥലം തന്നെ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിലെ ഉള്ള ഗോത്രവർഗ്ഗക്കാരെ പറ്റിച്ച് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് ഇടപെടുകയും അതില്ലാതാവുകയും ചെയ്തു. അങ്ങനെ സ്ഥലമില്ലാതിരുന്നിട്ട് പോലും കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് UN പോലും പ്രതിനിധികളെ അയക്കാൻ കഴിഞ്ഞതൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ പണമുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ഒക്കെ എളുപ്പത്തിൽ സാധ്യമാകും എന്നുള്ളതാണ് വാസ്തവം. ഇത് ഇന്ത്യയിൽ മറ്റു പല ആളുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ അറിയേണ്ടത്, വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് നാരദയുടെ ആണോ തെഹൽക്കയുടെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നാരദയുടെ ആണെന്നാണ്, സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി നിരവധി മന്ത്രിമാർ അവിടെ രാജിവെക്കുന്ന അവസ്ഥയുണ്ടായി. ഈ രാജിവെക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴും അവിടെയുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇമേജ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ക്ലീൻ ആയിട്ടുള്ള, ഒട്ടും കറപ്റ്റ് അല്ലാത്ത ഒരാളായിരുന്നു അതുവരെ. പക്ഷേ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹം കൈക്കൂലി മേടിക്കുന്ന രംഗങ്ങൾ വരികയും അദ്ദേഹം തകർന്നു വീഴുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നടന്നുണ്ട്. പവൻകുമാർ ബൻസൽ എന്ന് പറയുന്നൊരു മന്ത്രി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു, റെയിൽവേ മിനിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകൻ, അദ്ദേഹം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അദ്ദേഹത്തിൻ്റെ ഒരു റെയിൽവേയിൽ തന്നെ ഒരാളെ ടെക്നിക്കൽ ഡയറക്ടറാക്കി ഉയർത്തിയാലും 3 കൊല്ലം അദ്ദേഹത്തിന് 3 കൊല്ലം അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ആ 3 കൊല്ലം ഇരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഏതാണ്ട് 1 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം നിങ്ങൾ ഓർമ്മയുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നും. കാരണം ഒരു ഗവൺമെൻറ് ജോലിയിൽ 3 കൊല്ലത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന് എന്തിനാണ് 1 കോടി രൂപ കൈക്കൂലി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അന്ന് ഏതാണ്ട് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12,000 കോടി രൂപയുടെ കരാറ് പണി കൊടുക്കുന്നതിൻ്റെ അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. ഈ 3 കൊല്ലം, 1 കൊല്ലം 12,000 കോടി എന്ന് പറയുമ്പോൾ 3 കൊല്ലം കൊണ്ട് അദ്ദേഹം എത്ര കോടി കൊടുക്കും, അങ്ങനെ കൊടുത്താൽ അതിൽ നിന്ന് എത്ര തിരിച്ച് കിട്ടാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ കിട്ടാവുന്നത് കൊണ്ടിട്ടാണ് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ട് പോലും അത്തരത്തിൽ സർവീസിൻ്റെ അവസാന കാലത്ത് ഒരു 3 കൊല്ലമെങ്കിലും ആ പോസ്റ്റിൽ ഇരിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാകുന്നത്. കേരളത്തിലുമൊക്കെ ചില കണ്ണായ പ്രദേശങ്ങളിൽ RTO ആകാനുമൊക്കെ അത്തരത്തിലുള്ള കൈക്കൂലി കൊടുക്കണം എന്ന് നമ്മൾ കേൾക്കുന്നു. പണ്ടൊക്കെ ആളുകൾ വാളയാർ ചെക്ക് പോസ്റ്റിലേക്കുമൊക്കെ ഇത്തരത്തിൽ പല സ്വാധീനം ഉപയോഗിച്ചും കാശ് കൊടുത്തുമൊക്കെ തന്നെ അപ്പോയിൻമെൻറ്റുകൾ മേടിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു 1-2 കൊല്ലം ഇരുന്ന് കിട്ടിയാൽ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിക്കാൻ കഴിയുന്ന പണമുണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും പണമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചൊക്കെ തന്നെ ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇക്കാലത്ത് പക്ഷേ ഉണ്ടായിട്ടുള്ളൊരു കാര്യം, ഇനി അത്തരത്തിലൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്താലും അത് തകർന്നു വീണാലും നമുക്ക് വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ കഴിയും. നമ്മളതിന് കുറേ ആളുകളെ വിലക്കെടുത്താൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിത് പറയാൻ കാരണം, നമുക്കറിയാം ഇപ്പോൾ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ വലിയ തോതിൽ കേരളത്തിലൊക്കെ തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ആ ഇമേജ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ ഒന്നും ഇമേജ് ഉണ്ടാക്കിയത് പോലെയല്ല. ഇക്കാലത്ത് കുറച്ചുകൂടി അത് എളുപ്പമാണ്, കുറച്ചുകൂടി ചീപ്പുമാണ്. കാരണം നേരത്തെ പത്രങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളുടെ സപ്പോർട്ട് വേണമായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും സപ്പോർട്ട് വേണ്ട. പകരം നമുക്ക് ഒരു സോഷ്യൽ മീഡിയകളെ തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ മതി. അപ്പോൾ പലപ്പോഴും താരങ്ങളെയൊക്കെ നമ്മൾ ആദരിക്കുന്നത് അവർ കഥാപാത്രമായി അഭിനയിച്ച സിനിമകൾ കണ്ടിട്ടാണ് ആദരവ് തോന്നിയതെങ്കിൽ, ഏതാണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ് റീലുകളിലൂടെ നമ്മൾ പലപ്പോഴും ആളുകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ റീലുകളിലൂടെ റിയൽ അല്ലാത്ത രീതിയിൽ റീലുകളിൽ അഭിനയിക്കാനുള്ള മിടുക്കുണ്ടെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ ആളുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു താരമാണ് ഈ പറയുന്ന
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വരുന്നു, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള മിടുക്കുണ്ടായിരുന്നു. ആ മിടുക്ക് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വലിയ തോതിലുള്ള ഒരു മാസ് അപ്പീൽ നേടിയെടുക്കുന്നു. അതിനുശേഷം അത് റീലുകളായും അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോകളുമൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ നിറയുന്നു. അതിന് താഴെ തന്നെ വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളുടെ മനസ്സിൽ ഇദ്ദേഹം ഒരു വലിയ ഒരു ഇമേജ് ബിൽഡിംഗ് നടത്തിക്കൊണ്ടിരുന്നതിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തകർന്നു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ആ തകർന്നു വീണത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വരുന്നു, ശബ്ദരേഖകൾ വരുന്നു, വാട്സപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെയും ഇവിടെയും ഒക്കെ ചില പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചും ചില തൊട്ടും തൊടാതെയും ഒക്കെ ഉള്ള നിരവധി വാർത്തകൾ ഏതാണ്ട് 3 മാസമായിട്ട് പല ചാനലുകളിലും തന്നെ വന്നിരുന്നു. ആ ചാനലുകളൊക്കെ തന്നെ പേര് പറയാതെ, ആളെ പറയാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം പലരുടെയും കയ്യിൽ ഇതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് റിപ്പോർട്ടർ ചാനൽ ഇതെല്ലാം കൂടി എടുത്ത് പുറത്തേക്ക് വിടുന്നതും ആകെ കേരളം തന്നെ ഞെട്ടിപ്പറക്കുകയും ഇത്തരത്തിൽ ഒരു എരപിടിയൻ്റെ മനസ്സായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ കൈയൊഴിയാൻ കോൺഗ്രസ് നിർബന്ധിതരാവുകയും ചെയ്തു. കാരണം ഒരു പരാതിയില്ലാതെ, ഒരു FIR ഇല്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കാൻ പറയുകയും പിന്നീട് അതിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും വിശദീകരണം ചോദിക്കാതെ ഒരാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതെന്ന് നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ ആ പാർട്ടി തയ്യാറായിരുന്നില്ല. പക്ഷെ അതിന് ശേഷം പോലും ഈ പാർട്ടിയിലെ ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ തന്നെ ആരും വന്നിരുന്നില്ല. കാരണം ന്യായീകരിക്കാൻ വരാൻ പോലും എല്ലാവർക്കും പേടിയായിരുന്നു എന്ന് മാത്രമല്ല, VD സതീശനും രമേശ് ചെന്നിത്തലയും മുതൽ ഏറ്റവും കുറഞ്ഞ അവരുടെ സൈബർ പോരാളിയായിട്ടുള്ള താര, ടോജോ, അലക്സ് എന്ന് പറയുന്ന ആളുകൾ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ പോലും ഈ ന്യായീകരിക്കാൻ വരാത്ത വിധം ഒരു പൊതുബോധം ഇതിനെല്ലാത്തിനും എതിരാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷെ അതിനൊക്കെ ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചില യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആളുകളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സധൈര്യം രംഗത്തിറങ്ങുന്നൊരു പണിയാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് റിപ്പോർട്ടർ ചാനലിനെതിരെ അവിടെ വർക്ക് ചെയ്തിരുന്ന 2 പേർ ആരോപണം ഉന്നയിക്കുന്നതാണ്. ആ ആരോപണം ഉന്നയിക്കുന്നതിന് വളരെ വിശദമായ കുറിപ്പ് തന്നെ ഇന്ന് അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം വരുന്ന ആൻഡ് ഓഗസ്റ്റിന് അത് ഗംഭീരമായി മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഇനിയിപ്പോൾ അതല്ല, പരാതി താക്കീതായിട്ടാണ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും വേണ്ട, നിങ്ങൾ ആ പരാതിയായിട്ട് തരും. നേരത്തെ ഇവർ അവിടെ ജോലിയിലുണ്ടായിരുന്നത് 2 കൊല്ലം മുമ്പാണ്, അന്നേരം ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, ഞങ്ങളെല്ലാ സഹായവും ചെയ്തു തരാം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ ഒന്ന് ഈ പറയുന്ന ആളുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള പണി നടക്കുന്നു. അതിലേറ്റവും ആദ്യം റിപ്പോർട്ടർ TV ആണ്. രണ്ടാമത്തത് ഈ പറയുന്ന കോഴ്സ് ഉയർത്തിയിട്ടുള്ള വനിതാ നേതാക്കളെയും എന്തിന് KC വേണുഗോപാലിൻ്റെ ഭാര്യയെ പോലും ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പോലും അവരിട്ടുള്ള ഒരു പോസ്റ്റ് പിൻവലിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ താര, ടോജോ, അലക്സും വരെയുള്ള നിരവധി ആളുകളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വൻ വെട്ടുക്കിളി സംഘത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആശീർവാദത്തോടും അനുമതിയോടും കൂടി പുറത്തേക്കിറക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആരാണ് ഈ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് വ്യക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിരവധി ക്ലബ്ബുകളുടെയും മറ്റ് സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പേരിൽ ഓണാഘോഷ പരിപാടികൾക്ക് ക്ഷണിക്കാനും അദ്ദേഹത്തെ വീണ്ടും റീലോഞ്ച് ചെയ്യാനുമുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് എന്നെനിക്കറിയില്ല, വലിയ തോതിലുള്ള പ്രാമുഖ്യം ഉള്ള ചില യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ ആ ചാനലുകളിലൂടെ നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് വ്യാജ പരാതിയാണ് എന്നുള്ളത് പറയുന്നു. ഒന്ന്, റിപ്പോർട്ടർ ചാനലിനോടുള്ള ദേഷ്യം ഉണ്ടാകാം. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ സാമ്പത്തിക ലാഭം അവർക്കുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം വളരെ വെഹമൻ്റ്ലി ആർജവത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവുമില്ല, ഒരു പരാതിയില്ല, ഈ ഗർഭം പോലും വ്യാജമാണ് എന്നുള്ള നിലക്കുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം അങ്ങേയറ്റത്തേക്ക് ഇപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കയറും. കാരണം അത്തരത്തിലുള്ള ഒരു പൊതുബോധം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഈ കേരളം അതുപോലെ സോഷ്യൽ മീഡിയയിലെ ലൈക്കും ഷെയറും ഒക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ചില തെളിവുകൾ കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്
കൊല്ലേരി ശ്യാംലാൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ റിപ്പോർട്ടർ TV അടിച്ചു പൊളിക്കണം എന്നുള്ളത് പറഞ്ഞത്. ആ കൊല്ലേരി ശ്യാംലാൽ ഇപ്പോൾ ഒരു ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ നടത്തിയിട്ടുള്ള ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. ആ ജയിലിലായിട്ടുള്ള കൊല്ലേരി ശ്യാംലാലിനെ കാണാനായിട്ട് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് ചെന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പിന്തുണ ഏത് ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാകുന്നു. ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിനകത്ത് നമുക്കറിയാം പല വിധത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ ആളുകളെ, മറ്റു നേതാക്കന്മാരെയൊക്കെ തന്നെ, മറ്റു നേതാക്കന്മാരുടെയൊക്കെ സ്വഭാവ വിശേഷണങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവർ ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പറയുന്ന യുവ നേതാക്കന്മാരായിട്ടുള്ള ഇവർ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിനകത്തൊരു പുതിയ ഗ്രൂപ്പിസം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു കോഴി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് പേരിടാവുന്ന ഒരു ഗ്രൂപ്പിന് വലിയ പ്രാമുഖ്യം കിട്ടുന്നു. സന്മാർഗിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുമാണ്. പക്ഷേ ഈ കോഴി ഗ്രൂപ്പ് എന്ന് ജയശങ്കർ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ആ ഗ്രൂപ്പിലാണ് ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ അപ്രമാദിത്വമുള്ളതെന്നും 250 പേരെ വെച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഏതെങ്കിലും ലൈക്കും ഷെയറും ഒക്കെ ഒരു സർജ് ഉണ്ടാക്കാനും ഏതെങ്കിലും ഒരു കാര്യത്തെ ഉയർത്തിക്കാണിക്കാനും ഒക്കെ കഴിയുന്ന ആളുകളെ ഇപ്പോൾ വീണ്ടും അവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു തിരിച്ചടിക്കാനും ഒരു റീബിൽഡിംഗ് ഇമേജിനും വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള യൂട്യൂബ് ചാനലുകളടക്കം നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വാർത്ത കൊടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് പൊതുബോധം എന്ന് പറയുകയും അങ്ങനെ പൊതുബോധം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സഭയിൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സംരക്ഷണം ഒരുക്കുമെന്നും ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷണം ഒരുക്കുമെന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി തന്നെ നേരത്തെ സസ്പെൻഷൻ കൊടുത്തിരുന്നു. ആ സസ്പെൻഷനിൽ കാലാവധി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കാലാവധി എന്താണെന്ന് പറയാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പൊതുബോധം ഒന്ന് ശരിയാക്കി എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ, എങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ കൊടുക്കുന്നത്. അത്തരത്തിൽ ഇത് കഴിഞ്ഞ ദിവസം A ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ചേർന്നുകൊണ്ട് പാലക്കാട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ നടത്താൻ ആലോചിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന റിനി ആൻ ജോർജ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർത്തിയിട്ടുള്ള പെൺകുട്ടി അടക്കമുള്ള എല്ലാ ആളുകളെയും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ആളുകളെയും തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങൾ നടക്കുന്നതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയാൽ സംരക്ഷണം കൊടുക്കുമെന്നും പാർട്ടി പറയുമ്പോൾ ഏതാണ്ട് ഒരു ഡാമേജ് കൺട്രോൾ ഫലവത്താകുന്നു എന്നുള്ളൊരു തോന്നലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളതെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ ലൈക്കും ഷെയറും ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു കാര്യവും കൂടെ സംഭവിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാളിരുന്ന് പറയുന്നത് പോലെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ട് ഒരു പൊതുബോധവും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കോൺഗ്രസിനോട് മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇതിനിടയിൽ ചില മീഡിയേഷൻ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന തെളിവുകൾ തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട്. പക്ഷെ അപ്പോൾ പോലും നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന മറ്റ് ചാനലുകളും അതുപോലെ ബാക്കിയുള്ള ആളുകളെയും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരുപക്ഷെ ഒരു പ്രോ സംഘപരിവാർ ചാനലുകളെയും ഒക്കെ സോഷ്യൽ മീഡിയ ചാനലുകളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് നടത്തുന്ന ഒരു വെറും ഇമേജ് ബിൽഡിംഗ് മാത്രമാണ്. ഈ ഇമേജ് ബിൽഡിംഗ് ഒക്കെ തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ അധിക സമയം വേണ്ട. അതിനടുത്ത പരാതിയും തെളിവും വരുന്നത് വരെ മാത്രം മതി എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ആ കൂട്ടത്തിൽ വലിയ ക്രെഡിബിൾ ആയിരുന്ന, ഇവിടെ നിലനിൽക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചില ചാനലുകൾക്കും കൂടി വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് നടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കും. പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാൾ ഇന്തോനേഷ്യയിൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം ഗമോയ് എന്ന് വിളിക്കുന്ന ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു മുത്തച്ഛനായി രൂപപരിണാമം സംഭവിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ടിക്ടോക്കിലൂടെയുള്ള വീഡിയോകളിലൂടെയാണ്. അതിനു മുമ്പ് അദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു പട്ടാള മേധാവിയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എർദോഗാൻ്റെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായിട്ടും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിട്ടും അവിടെ
1.5 ലക്ഷത്തോളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങളിലൂടെയാണ് എർദോഗാന് വോട്ടിലൂടെ തിരിച്ചു വരാൻ കഴിഞ്ഞത് എന്നുകൂടി നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു പരിസരമൊരുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോൾ മാങ്കൂട്ടം ടീംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടർ TV ആക്രമിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ തെളിവുകളും അതുപോലെ വിമർശനങ്ങളുമായി വന്നിട്ടുള്ള ഉമാ തോമസ് മുതൽ ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാൻ മുതൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ അറിയണം. പക്ഷേ ഇത് ആത്യന്തികമായി കഴിഞ്ഞ ദിവസം BJPയുടെ കുഷ്പു ചോദിച്ചതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLAയോട് രാജിവെക്കാൻ പറയാത്തത്? രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡ് ആയതുകൊണ്ടാണ്, നിങ്ങളതിന് മറുപടി പറയണം എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് വെള്ളം കുടിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ. അതിന് കാരണക്കാരനായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കോൺഗ്രസ്സുകാരല്ല, യൂത്ത് കോൺഗ്രസ്സുകാർ പോലുമല്ല. പകരം ഇവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ പിണിയാളുകളായിട്ടുള്ള കാളി കൂളി സംഘങ്ങളാണ്. ആ ഇമേജ് ബിൽഡിംഗ് എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്നതാണ്. കലികാലമായതുകൊണ്ട് ചിലപ്പോൾ അത് വിജയിക്കാനും മതി.